ഇവരെ മുൻപരിചയം ഉള്ളതാണ്. അവർ നിരവധി കേസുകളിലെ പ്രതിയാണ്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അവരൊരു തീവ്രവാദം പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആളുകളെന്ന പേരിൽ അവരെ അറസ്റ്റ് ചെയ്താൽ മറ്റെന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവർ അത്തരം കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ പോലീസ് വിസമ്മതിക്കുന്നത്. കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിൻ്റെ പതാക ഏന്തിക്കൊണ്ട് ഒരു തീവ്രവാദി ഗ്രൂപ്പ് ആ പ്രദേശത്ത് കൂടി ആദ്യം തന്നെ ഒരു 8-10 ബൈക്കിൽ ഹോണൊക്കെ അടിച്ച് വലിയ ബഹളം ഉണ്ടാക്കി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ ഗേറ്റിലും ഒക്കെ പടക്കിറങ്ങി ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ആ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളിങ്ങനെയാണ് ആഘോഷിക്കണമെന്ന് ചോദിച്ചു. പിന്നെ അവരെ മർദ്ദിച്ചിട്ട് തിരിച്ചു പോയി. ഒരു വലിയ ജനക്കൂട്ടത്തെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള പ്രവർത്തകരെ ആളുകളും കുറേ ആളുകളെല്ലാം കൂടി ചേർന്ന് ഒരു 50ഓളം ആളുകൾ വന്ന് ഒരു പ്രകടനമായി വന്നു തന്നെ രണ്ടാമത്തെ ആക്രമണം. അപ്പോൾ വീട്ടിലേക്ക് പടക്ക് വലിച്ചെറിഞ്ഞു, കല്ലെറിഞ്ഞു, വീടിൻ്റെ ഗ്ലാസും ജനലുകളും ചില്ലുകളും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി. അതുപോലെ എൻ്റെ അനുജൻ, എൻ്റെ വീടിൻ്റെ ഒരു മതിലാണ്. എൻ്റെ അനുജൻ DMSൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഈ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ച് മൂക്കിൻ്റെ എല്ലും അതുപോലെ തന്നെ ഇതും മൂക്കിൻ്റെ പാലം തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇതിനൊരു കാലഘട്ടത്തിലും ഇതിനേക്കാൾ രാഷ്ട്രീയമായിട്ടുള്ള പല ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്ര തീവ്രത അല്ലെങ്കിൽ അതിനകത്ത് ഒരു കാലഘട്ടത്തിലും തോന്നാത്ത ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം അടിച്ചു. അതിലിപ്പോൾ എൻ്റെ അനുജൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ബ്ലഡ് തലയിൽ ക്ലോട്ടായി, നാവ് മുറിഞ്ഞു പോയി, മൂക്കിൻ്റെ എല്ല് പൊട്ടലുണ്ട്. എന്നിട്ട് പോലീസ് ഇതുവരെ ഒരു പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പോലീസ് സ്റ്റേഷൻ രാത്രി 11 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. 100 കണക്കിന് പ്രവർത്തകർ ഇന്നലെ അവിടെ പഠിച്ചിരുന്നു. പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിൽ ആ ഭാഗത്തുകൂടി പോയ പ്രകടനത്തിന് നേരെ ആക്രമണമുണ്ടായി. ഇത് കൗൺസിലറാണ്. കൗൺസിലർ ഉൾപ്പെടെ പ്രകടനത്തിൽ പോയിട്ട് ആ പ്രകടനത്തെ പോലും കല്ലെറിഞ്ഞുകൊണ്ട് ആ ഭാഗത്തുകൂടി പ്രതിഷേധം പോലും, ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം പോലും കാരക്കാ മണ്ഡപത്തുകൂടി കടത്തിവിടില്ല എന്ന ഈ ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും ഒരു ഉദ്ദേശ ലക്ഷ്യം. ഇത് ജനാധിപത്യ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി തന്നെ എതിർക്കുകയും അതിനെ അപലപിക്കുകയും അതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇവരെ മുൻപരിചയം ഉള്ളതാണ്. അവർ നിരവധി കേസുകളിലെ പ്രതിയാണ്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അവരൊരു തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. അതിനകത്ത് മതത്തെ കലർത്തിക്കൊണ്ട്, മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് അവിടുത്തെ ആളുകളെ അവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നു. അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ അവരൊന്നും ഉൾപ്പെടാതെ, അവിടുത്തെ മാന്യമായി ജീവിക്കുന്ന ആളുകളൊന്നും ഉൾപ്പെടാതെ ഇവരുടെ തീവ്രവാദമൊന്നും അവിടെ ഈ രീതിയിൽ അവരെ കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമമൊക്കെ സമ്പൂർണ്ണമായിട്ടും ഇന്നലെ പരാജയപ്പെട്ടു. SDPI എന്ന് പറയാൻ സാധിക്കില്ല. ഇവരൊരു എല്ലാത്തിൽ നിന്നും കോൺഗ്രസ്സിൽ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ SDPIയുടെ മുൻകാലത്തെ കുറേ ആളുകൾ ഒക്കെ കൂടെ കലർന്ന ഒരു തീവ്രവാദി സംഘടനയാണ്. ഈ തീവ്രവാദം ഏതൊക്കെ നിലയിൽ അവർ അവിടെ പ്രതിഫലിപ്പിക്കാൻ നോക്കുന്നുവോ, ആളുകളെ ആക്രമിക്കുക, അതിലേക്കൂടെ പ്രതിഷേധം പാടില്ല, അതിനകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുക, എന്നിട്ട് മുസ്ലിം മതവിഭാഗത്തെ ഭാരതീയ ജനതാ പാർട്ടിയും ഹിന്ദു സംഘടനകളും ആക്രമിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുക, ഇതൊക്കെ ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഒരാളെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ഗൂഢാലോചന നടത്തുക. ഇതൊരു ശക്തമായി അപലപിക്കുന്നു. ഞങ്ങൾ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം അവസാനം വരെ ഞങ്ങൾ പോരാടും. ഇവരേത് ഒരു ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല. ശക്തമായി തന്നെ പ്രവർത്തിക്കും. ഈ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനപ്പുറമായി ഞങ്ങൾ പ്രവർത്തിച്ച് ജനാധിപത്യ പ്രവർത്തിക്കുക. സംഘടനയെ പോലീസ് ഭയപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പോലീസിനെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആളുകളെന്ന പേരിൽ അവരെ അറസ്റ്റ് ചെയ്താൽ മറ്റെന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവർ അത്തരം കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ പോലീസ് വിസമ്മതിക്കുന്നത്. ആ കർക്കശമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവിടുത്തെ നല്ല ഒരു വിഭാഗം താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊരു സാമൂഹ്യ വിരുദ്ധ വിപത്താണ്. അത് അവരെ കൂടെ സ്വൈരമായ അവരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണ് അവരുടെ പ്രവർത്തനം. ഇവിടെ എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു
ഇത് കോൺഗ്രസിൻ്റെ വിജയം ആഘോഷിക്കുന്നു എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. കൊടിയും കൈപ്പത്തിയേന്തിയ കൊടിയും തരൂരിന് ജയും വിളിച്ചുകൊണ്ട് ടൂ വീലറിൽ ഹോണടിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ആദ്യം സംഭവിച്ചത്. അതിനുശേഷമാണ് ഈ അക്രമം അടിച്ചത്. അങ്ങനെ ഒരു കോൺഗ്രസും BJPയുമായ ഒരു സംഘടനമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇന്നലെ സംഭവിച്ചത്. ഞാൻ ആ വാർഡിലെ 3 പ്രാവശ്യമായി ജനപ്രതിനിധിയാണ്. തൊട്ടടുത്ത വാർഡിൽ 4 പ്രാവശ്യമായി ആ പ്രദേശത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ്. അവിടെ എല്ലാവർക്കും തുല്യനീതി കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായതുകൊണ്ടാണ് തുടർച്ചയായിട്ട് എനിക്ക് ജയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഈ തീവ്രവാദി സംഘടന വളരെ ബോധപൂർവം ഒരു മതവിഭാഗത്തിൻ്റെ എതിർപ്പ് സമ്പാദിച്ചു തരാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒരു പ്രതിഷേധവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രകോപനവുമില്ലാതെ വീട് കയറി ആക്രമിക്കുക. വ്യക്തിപരമായ വൈരാഗ്യം എനിക്കങ്ങനെ ഈ ടീമിലുള്ള ആരുമായിട്ടില്ല. വ്യക്തിപരമായതില്ല, ഇവർക്ക് BJP എന്ന സംഘടനയോടുള്ള വൈരാഗ്യവും അതിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരാളെന്നതല്ല പ്രതിഷേധവുമാണ് ഇവർക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കാനുണ്ടായ കാരണം എന്ന് ഞാൻ കരുതുന്നു.